സമാദരണീയനായ ശ്രീ മജീദ് ഖാനെ ഞാൻ ഓർമ്മിക്കുന്നത് നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് കാരണഭൂതനായ വ്യക്തി എന്നുള്ള നിലക്കാണ്. ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അവയുടെ പ്രവർത്തനം തീർച്ചയായും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. പല തലമുറകൾ വളർന്നു വന്നത് ഈ മഹാമനുഷ്യൻ്റെ കാരുണ്യത്തിലാണ്, സഹായത്തിലാണ് എന്ന് ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീ ഫൈസൽ ഖാൻ, മജീദ് ഖാൻ സാഹിബിൻ്റെ മകൻ. പ്രിയപ്പെട്ട ഫൈസൽ ഖാൻ നിംസ് മെഡിസിറ്റിയും നിംസ് ഹോസ്പിറ്റലും ആയി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ സംഭാവനകൾ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. ഫൈസൽ ഖാൻ പറഞ്ഞ ഒരു കാര്യം എനിക്കറിയാം. വലിയ സാമ്പത്തിക സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് വളർന്നത് എങ്കിലും ഫൈസലിനെ സർക്കാർ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുകയും വീട്ടിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നിട്ടും സർക്കാർ ബസ്സിൽ കയറി സ്കൂളിൽ പോകണം എന്ന് നിർബന്ധിക്കുകയും ചെയ്ത് വളർത്തിയെടുത്ത ആ ഒരു വലിയ പാരമ്പര്യം ഞാൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. സാധാരണക്കാരോട് ഒത്തു നിൽക്കാൻ, അവർക്ക് നന്മ വരുന്നതിന് ചിന്തിക്കാൻ, പരിശുദ്ധനായ ലോകനിയന്താവിൻ്റെ ആ ഒരു മഹത്വം ജീവിതത്തിൽ പകർത്തി നന്മയുടെ പ്രതീകമായിട്ട് ജീവിച്ച ധന്യനായ ഒരു മനുഷ്യൻ എന്നാണ് മജീദ് ഖാനെ വിനയപൂർവ്വം ഞാൻ ഓർമ്മിക്കുന്നത്. ആ മഹാത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ മജീദ് ഖാൻ എന്നുമെന്നും ഏവരുടെയും ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിച്ച് ഏവർക്കും പ്രിയങ്കരനായി കഴിഞ്ഞിരുന്ന ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ഏവരുടെയും ആദരവുകൾ ഏറ്റുവാങ്ങിയ ആളാണ്. ഇവിടെ ചികിത്സാ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ജനങ്ങൾക്ക് വേണ്ടത് ആരോഗ്യ രക്ഷാപ്രവർത്തനങ്ങളാണെന്ന് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി വളരെ എളിമയോടെ ലളിതമായ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് ആരോഗ്യ പ്രവർത്തന രംഗത്തൊരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവും നിശ്ചയദാർഢ്യവും സമർപ്പണബോധവും എത്രമാത്രമുണ്ട് എന്ന് ഏവർക്കും ബോധ്യപ്പെടും. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഇവിടെ ഈ വീട്ടിൽ വന്ന് കാണുകയുണ്ടായി. യാത്രക്കിടയിൽ ബന്ധം പുതുക്കാനും കുശലാന്വേഷണം നടത്തി ആരോഗ്യകാര്യങ്ങൾ തിരക്കാനുമാണ് ഞാൻ വന്നത്. അന്ന് വളരെ സൗഹൃദത്തോടുകൂടി അദ്ദേഹം സംസാരിച്ചതും ചർച്ച ചെയ്തതുമെല്ലാം നമ്മുടെ സാമൂഹ്യ വിഷയങ്ങളാണ്. അദ്ദേഹം ഒരിക്കലും തൻ്റെ ആരോഗ്യത്തെക്കുറിച്ചോ തൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും സംസാര മധ്യേ വിഷയമാക്കിയില്ല. ആരോഗ്യത്തെപ്പറ്റി ചോദിക്കുമ്പോഴും അദ്ദേഹം നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. അത്ര കണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും ശബ്ദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആ മനുഷ്യ സ്നേഹിയുടെ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നെയ്യാറ്റിൻകരയുടെ പൊതുസമൂഹത്തിന് തീരാനഷ്ടമാണ് ബഹുമാനനായ മജീദ് സാറിൻ്റെ വിയോഗം. ഈ നെയ്യാറ്റിൻകര താലൂക്കിനെയും ഈ പ്രദേശത്തെയും ഈ ജില്ലയിലും അതിലുപരി കേരള സംസ്ഥാനത്തൊട്ടുക്കും അറിയപ്പെടുന്ന രീതിയിൽ ഈ താലൂക്കിനെ, ഈ പ്രദേശത്തെ വളർത്തിയെടുത്ത ഒരു വ്യക്തിയായിരുന്നു മജീദ് സാർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ അനുകമ്പയോടും അതുപോലെ നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് നടത്തിയിരുന്നത്. ഒരു സാധാരണ വിദ്യാലയം തുടങ്ങി അതിനെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയായി വളർത്തുന്നതിൽ മജീദ് സാറിൻ്റെ പങ്ക് ചെറുതായിരുന്നില്ല. മികച്ച വിദ്യാഭ്യാസ വിചക്ഷണനും അതുപോലെ ആതുര രംഗത്തും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഈ നെയ്യാറ്റിൻകരയും ഈ ജില്ലയും ഈ സംസ്ഥാനവും എക്കാലവും വിസ്മരിക്കില്ല എന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ ഈ ദേഹവിയോഗത്തിൽ ഞാൻ വിസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സങ്കടത്തിൽ, ദുഃഖത്തിൽ പങ്കുചേരുന്നു. മജീദ് സാറിൻ്റെ വേർപാട് നെയ്യാറ്റിൻകരയ്ക്ക് നികത്താനാകാത്ത ഒരു നഷ്ടം തന്നെയാണ്. 1956 അദ്ദേഹം തുടങ്ങിവെച്ച ഒരുപാട് ചെറിയ സ്ഥാപനങ്ങൾ ഇന്ന് നെയ്യാറ്റിൻകരയ്ക്കെന്ന് മാത്രമല്ല പല പ്രദേശങ്ങളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിച്ച് വളരെ
ഗുണകരമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പൊതുസമൂഹത്തിന് വളരെ ഗുണകരമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന വലിയ വലിയ സ്ഥാപനങ്ങളായി മാറിക്കഴിഞ്ഞു. പൊതുസമൂഹത്തിനാണ് ഗുണം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം തുടങ്ങി വെച്ച എല്ലാ മേഖലകളും ഇന്ന് ജനം സ്വീകരിച്ചുകൊണ്ട്, ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്, അത് ജനങ്ങൾക്ക് പ്രയോജനകരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് സ്വീകരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, നെയ്യാറ്റിൻകരയിൽ തന്നെ ഒരു നിംസ് ഹോസ്പിറ്റൽ, സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പം നമുക്കറിയാം, ആ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ നമ്മൾ പേടിച്ചാണ് ഓരോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോണത്. അവിടെ വലിയ തുകകളാവും എന്നൊക്കെ പറയും. പക്ഷേ നെയ്യാറ്റിൻകരയുടെ നമ്മളെ നിംസ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു സാധാരണക്കാരനും പാവപ്പെട്ടവനും ഒക്കെ ചെന്ന് കയറത്തക്ക ഒരു സ്ഥാപനമാണ് നെയ്യാറ്റിൻകര നിംസ് ഹോസ്പിറ്റൽ. അതോടൊപ്പം തന്നെ ആ നിംസ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ നമുക്ക് ഒരുപാട് ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഒരുപാട് പൊതുസമൂഹത്തിന് ഗുണകരമാകത്തക്ക രീതിയിൽ ആ സേവനങ്ങൾ നടത്തിക്കൊണ്ടുവരുന്ന ഒരു MDയും കൂടെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് ആ നിംസിൻ്റെ MDയും പ്രവർത്തിക്കുന്നത്. അപ്പം അത് തന്നെ നമുക്ക് നെയ്യാറ്റിൻകരയ്ക്ക് വളരെ മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് നെയ്യാറ്റിൻകരയ്ക്ക് നികത്താനാകാത്തതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, നെയ്യാറ്റിൻകരയ്ക്ക് മാത്രമല്ല കേരളത്തിലാകമാനം എല്ലാവർക്കും, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകരയ്ക്ക് ഏറെ ദുഃഖകരമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്ക് നികത്താൻ പറ്റില്ല. അതിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് തന്നെ എല്ലാ ആദരാഞ്ജലികളും